മതി മതി റണ്ണിങ് അല്ലേ വണ്ടി പോട്ടെ. പെട്ടെന്നോട്ടായിരുന്നു ഓഫായി പോയി കേട്ടാ. സ്റ്റാർട്ട് ഇതൊക്കെ ഒരു ലെവലിൽ വെക്കേണ്ടതാണ്. ഇതൊക്കെ മനസ്സിലായോ? അതിങ്ങനെ അത് വേറെ ഇത് വേറെ ആയിട്ട്. പക്ഷേ വണ്ടികളൊന്നും ഒറ്റ ഇടിങ്ങി ഇങ്ങനെ ഇടിച്ചിട്ട് അല്ലെ കയറുള്ളൂ. ഇങ്ങനെ ക്ലിയറൻസ് കുറവുള്ള വണ്ടിയാണെങ്കിൽ. ഹായ് ഹലോ ഗൈസ്, നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ പറ്റിയ പിള്ളേരൊക്കെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മളിത് റിയാഷ് വന്നിട്ടുണ്ട്. റിയാഷ് എത്രാമത്തെ ക്ലാസ് ആയത്? ആറാമത്തെ ക്ലാസ് ആയതല്ലേ? ഓക്കെ. അപ്പോൾ റിയാഷിൻ്റെ വണ്ടി ഓടിക്കുന്ന വീഡിയോ ആണ്. റിയാസിൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സാണ് അപ്പോൾ നമ്മൾ വ്ളോഗായിട്ട് ചെയ്യണത്. റിയാഷ് 6 ദിവസം കൊണ്ടല്ല, സോറി 5 ദിവസം കൊണ്ട് എന്തായാലും പഠിച്ചെന്ന് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ളത് ഷെഫീത്ത് ഉണ്ട്, പിന്നെ പേര് പറഞ്ഞ ബിദുണ്ട്. ഓക്കെ, ഷെഫീത്ത് ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. നമുക്ക് ക്യാമറ എടുക്കാൻ പോണേ ബിദുനാണേ. എടുത്തോ, എന്നാ ക്യാമറ എടുത്തോ, വീഡിയോ എടുത്തോടാ. ഞാൻ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം അറിയിക്കും. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ? വൈപ്പറിൻ്റെ ആവശ്യം ഉണ്ടോ ഇവിടെ? മഴ മാറിയില്ലേ? വൈപ്പർ ഓഫ് ചെയ്തു. ഫോണിലേക്ക് ഫോണിലേക്ക് ഇങ്ങനെ. അത് തന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ ബാക്ക് നോക്കിയിട്ട് എടുക്കണം. ഇവിടെ എല്ലാം ഓക്കെ, ലൈറ്റൊക്കെ എല്ലാം ഓഫ് അല്ലേ? നോക്കിയാ ഓഫായി പോയി. ബാക്ക് നോക്കിക്കൊണ്ട് തന്നെ എടുക്കണോടാ എപ്പോഴും എടുക്കുമ്പോ. ഈ റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്പറൊക്കെ എന്താണെന്ന് അറിയാലോ. നമ്മള് വണ്ടി എടുക്കുന്നു ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് ഓഫ് ആക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തിരിയാൻ പോണെന്ന് കരുതി ബാക്കിലാണ് തെറ്റിദ്ധരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാൻ തന്നെ തോപ്പിക്കണത് കേട്ടാ. ഇടാത്തവരും തോൽപ്പിക്കും, അത് ഇട്ടത് ഓഫ് ആക്കില്ലെങ്കിൽ തോൽപ്പിക്കും. ഈ ബാക്കിൽ വരുന്ന വണ്ടിക്കാർ ഇപ്പൊ നീ ഒരു വണ്ടിയുടെ ബാക്കിലാണ് പോണെങ്കിൽ ആ ഒരു വണ്ടി റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ 2 കാര്യം ചിന്തിക്കണം. അത് ഒന്ന്, ആ വണ്ടി മുന്നോട്ട് എടുക്കുകയാണെന്നുള്ളത്, പിന്നുള്ളത് വണ്ടി റൈറ്റിലേക്ക് തിരിയാൻ പോവുകയാണെന്നുള്ളത് കേട്ടോ. ലെഫ്റ്റ് ടയറാണ് കേട്ടോ. റൈറ്റ് അതുപോലെ തന്നെ അവിടെ ടയറോട് അതിൻ്റെ ഉള്ളിലാണ് ടയറേ ഇതിന്റെ പുറത്തേക്കാ ടയർ വേണ്ടത്. അപ്പൊ അങ്ങനെ കുഴിയൊക്കെ നമുക്ക് നടുക്കാക്കി കൊണ്ടുപോകാൻ പറ്റും. ഈ ഭാഗം ടച്ച് ചെയ്യാതെ പോകാൻ പറ്റും. ചില കുഴികള് ചെറിയ കുഴിയൊക്കെ ആണെങ്കിലേ, വലിയ കുഴിയൊക്കെ ആണെങ്കിൽ ശീല ഇറക്കിയേ പറ്റുള്ളൂ. എന്തായാലും ഹോൺ അടിച്ചേ ചേട്ടനൊക്കെ അറിയാതെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മടിപ്പാളരുത്. ഇല്ല, ആ കാറ് കേട്ടങ്ങളൊക്കെ ഞങ്ങള് നീളത്തിൽ വരവുകളാട്ടാ. അതൊരു കുഴിയാണത്. തോട്ടത്തിൽ ചെറുതാണെങ്കിലും നല്ല അടിയടിക്കൊണ്ട് നല്ലോണം സ്ലോ ആയിക്കോട്ടെ. ബ്രേക്ക് കൊണ്ട് സ്ലോ ആക്കുന്നതാണ്. സ്ലോ ആക്കും, എന്നിട്ട് എന്തെങ്കിലും ക്ലച്ച് ആവട്ടെ, എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യണം. അതൊക്കെ എടുക്കട്ടാ. ക്ലച്ച് പെട്ടെന്ന് തൊട്ട് ഓഫ് ആയി പോയത് അതൊക്കെ എടുത്താൽ മതി. നമുക്ക് അതൊക്കെ എടുത്തോളം വേണ്ടി ചാടിയാട്ടാ. കാഴ്ചയിൽ വലുതായിട്ട് തോന്നില്ല, പക്ഷെ അത് ചാടിയിട്ടുണ്ടെങ്കിൽ നല്ല ചാട്ടം വണ്ടിക്ക് നല്ല കുഴപ്പം സംഭവിക്കാൻ സാധ്യതകളാണ്. കുഴിയൊക്കെ ചാടിയിട്ടുണ്ടെങ്കിലേ ഇങ്ങനത്തെ കുഴികളൊക്കെ മിക്ക സ്ഥലത്തും ഉണ്ടാവും. ഈ 2 കൽവെട്ട് ഇടിഞ്ഞു പോയതിന്റെ കുഴിയാണത്. നമ്മൾ പരിചയമില്ലാത്ത വഴികളിലൂടെ കൊണ്ടുപോയിക്കുമ്പോഴേ, നമ്മൾ പരിചയ സ്ഥലത്ത് പോയി അവിടെ വണ്ടി എടുക്കുമ്പോഴും പതുക്കെ ഓടിക്കണം. കാരണം ഇങ്ങനത്തെ കുഴികൾ നമുക്കറിയാൻ പറ്റില്ല. ഇതിപ്പോ നമ്മുടെ നാട്ടിലായിട്ട് നമുക്കറിയാം അവിടെ അങ്ങനെ ഒരു കുഴിയുണ്ടത്. ഇപ്പൊ നമ്മുടെ ഈ റൂട്ടിൽ കൂടി കുറെ ആൾക്കാർ വേറെ ഓടല്ലേ, എന്തോടെ ഹൈവേ വർക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ റൂട്ടിൽ ചെല്ലാൻ റൂട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കുഴികളുള്ള റൂട്ടാണിത്. ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും, അപകടം ഉണ്ടാവും. വണ്ടിക്ക് പണി കിട്ടിയാൽ മര്യാദ വർക്ക്ഷോപ്പുകൾ ഇവിടെ അടുത്തൊന്നുമില്ല.
ബ്രേക്കിന്റെ മുകളിൽ വേണം. കയറ്റാണ്ട് ശ്രദ്ധിച്ച് ആക്സിഡന്റ് കൊടുക്കാം, പറക്കി കൊടുക്കുക, അല്ലെങ്കിൽ കയറൂല. ഒരിക്കലും നമ്മൾ ട്രാക്ക് മാറിപ്പോകരുത്, അപ്പുറത്തേക്ക് ചെല്ലരുത്. പാലൊന്നുമില്ല, ഫ്ലാറ്റ് ആയിട്ടേക്കണം, ഇങ്ങനെ ഉരുണ്ടല്ലേ, ഫ്ലാറ്റ് ആയിട്ടേക്കണം. ഇറങ്ങുമ്പോഴൊന്നും ഇടിച്ചിറങ്ങും. അപ്പൊ ഇറങ്ങുമ്പോഴൊന്ന് സ്ലോ ആക്കി ഇറങ്ങണം കേടാ. അധികം ഒന്ന് ബ്രേക്ക് കൊടുത്ത് ഇറങ്ങണേ. ഇങ്ങോട്ട് ചാടി ഒറ്റ ചാടൻ മുകളിൽ താഴത്തേക്ക് വീഴില്ല, ഇങ്ങനെ ആ ഒരു എഫക്ട് കിട്ടും. ആ ബ്രേക്ക് സ്ലോ ആക്കി അതുകൊണ്ട് പറ്റില്ല. ആൾക്കാർ മാറൂല. അത് പ്രയോറിറ്റി പെഡസ്ട്രിയൻസിനാണ്. ചില ആളുകൾക്ക് അറിയില്ല ഈ റോഡിന്റെ ഏത് വശത്തൂടെ നടക്കണമെന്ന് അറിയില്ല. റോഡിന്റെ ഏത് വശത്തൂടെ നടക്കണ്ട കാൽ നടക്കാര് വലതുവശത്തൂടി. അത് എവിടെ പഠിച്ചു, എങ്ങനെ പഠിച്ചത്? നീ സ്കൂളിൽ പഠിപ്പിച്ച് അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഈ നടന്ന ആൾക്കാരൊക്കെ സ്കൂളിൽ പഠിക്കാത്ത ആൾക്കാരൊന്നും ആയിരിക്കില്ല അല്ലേ? അടിച്ചതായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ 2-3 പ്രാവശ്യം ഫോൺ അടിച്ചിട്ടുള്ള അവര് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ അവര്. അതെന്തിനാ അങ്ങനെ നടക്കാൻ പറയണത്? അങ്ങനെ നടക്കാൻ പറയണത് ഫ്രണ്ടിൽ നിന്ന് തന്നെ വണ്ടി നമുക്ക് കാണാൻ പറ്റും, മനസ്സിലായി? അപ്പൊ ആരെങ്കിലും ഇങ്ങനെ വളഞ്ഞപ്പോഴൊക്കെ നമുക്ക് മാറിക്കളയല്ല. വണ്ടിക്കാർക്കും കാണാം, നമുക്കും കാണാം. നമുക്കും കാണാം. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാട്ടാ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കും. എന്നിട്ട് നമ്മള് സ്ലോ ആക്കണം. സ്ലോ ആക്കിയിട്ട് ബ്രേക്ക് ചെയ്ത് സ്ലോ ആക്കിയിട്ട് ക്ലച്ച് ഔട്ട് ഗിയർ ഡൗൺ ചെയ്യണം. അത് കാല് ബ്രേക്കിലോടെ ക്ലച്ച് റിലീസ് ചെയ്തോ. പതുക്കെ തിരിച്ചോണം കേട്ടോ. തിരിച്ചോ. വണ്ടി ഇങ്ങനെ നേരെ വരുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് നേരെ. നമ്മൾ തിരിച്ചതല്ലേ എപ്പോഴും മാറിപ്പോണം. ചില തിരിച്ചിട്ട് കൂടുതലായി പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം ഷെഫിറ്റല്ലേ തിരിച്ചിട്ട് പിന്നെ എന്തോ തിരിക്കുമെന്ന് ഐഡിയ കിട്ടിയില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളെന്താ തിരിച്ചിട്ട് സ്റ്റിയറിംഗ് തിരിച്ച് പഠിച്ചിട്ടൊക്കെ അല്ലേ കയറ്. ഓർക്കണ്ട, 2 റൗണ്ട് തിരിക്കണം, 2 പ്രാവശ്യം നേരെ വരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് അന്നേരം നമ്മൾ നിന്നോട്ട് ചെയ്തപ്പോ അത് ചെയ്യാൻ പറ്റി. പക്ഷെ ഓടിച്ചപ്പോ ചെയ്യാൻ പറ്റില്ല. അത് കാരണം എന്താ അറിയോ? ഒന്നാമത്തെ കാര്യം ടെൻഷൻ അല്ലേ? രണ്ടാമത്തെ കാര്യം എത്ര തിരിച്ചു എന്നുള്ളത് മറന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ തിരിക്കുമ്പോ നമുക്ക് ഐഡിയ ഉണ്ടാവണം, നമ്മൾ എത്ര തിരിച്ചിട്ടുണ്ട് നമ്മൾ ഐഡിയ ഉണ്ടാവണം. നമ്മുടെ സ്പീഡ് ഇപ്പൊ എത്ര ഉണ്ടാ? 4 സ്പീഡ് ഉണ്ടായിരുന്നു. ചാപ്പ അടിച്ചത് നന്നായല്ലേ? മഴയത്ത് പെട്ടുപോയത്. വെള്ളം കയറാളല്ലേ? വെള്ളം കയറുന്ന സ്ഥലമുള്ളത്. വെള്ളം കയറാളതാണ്. വെള്ളം കയറാളാണ്. കടല് കടലല്ല, ഇത് ഓവർഫ്ലോ വരുമല്ല. പുഴ വെള്ളമല്ലേ? പുഴ വെള്ളം ഇവിടെ കുറവായിരിക്കും, അവിടെ അപ്പുറത്തെ ഭയങ്കരമായിരിക്കും. റോഡ് പണിതിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി കാണും? റോഡ് പണിതിട്ട് എങ്ങനെയാന്നൊരു 18 എന്റെ ബൈക്ക് വാങ്ങിച്ചിട്ട് 18 കൊല്ലം ഉണ്ടോ? 10 കൊല്ലം ഗ്യാരണ്ടി ഒന്നും തോന്നില്ല റോഡിന്റെ. 10 കൊല്ലം 12 കൊല്ലം ഗ്യാരണ്ടിയുള്ളൂ. ഇത് 10-18 കൊല്ലം വരാനുണ്ടാവും. അത്രയുണ്ടോ? 17-18 കൊല്ലം എന്തായാലും ഉണ്ടാവും. ക്വാളിറ്റിയാ പണിതത് അല്ലേ? നമ്മളോട് മാത്രമേ ഉള്ളു. അതിനുശേഷം പിന്നെ കുറച്ചിങ്ങനെ ചാപ്പ അടിച്ചു പോയല്ലേ? കാര്യമാണ്. ബൈക്കാർക്ക് ഇതിന് ബുദ്ധിമുട്ടാണ്. ബൈക്കാർക്ക് മാത്രമേ കാറിന് പ്രശ്നം. കാറിന് പിന്നെ ഓട്ടോറിക്ഷയൊക്കെ ഇല്ലേ എല്ലാം തിരിച്ച് കയറണല്ലേ? സ്റ്റിയറിംഗ് ബോക്സ് സംഭവം അതിന്റെ കംപ്ലൈന്റ് ഒരു ഇതൊക്കെ. എത്ര പ്രാവശ്യം വണ്ടി പണിതല്ലേ റോഡ് ചെയ്തതിനു ശേഷം? വലിയ കണ്ണമലയല്ലേ? ഇടിച്ച് കയറും. അവിടെ ബ്രേക്ക് ഔട്ട് സ്ലോ ആക്കി ഷൂട്ടിംഗ്. രണ്ട് റോഡ് മെർജ് ആയാലാണ് ക്ലച്ച് ഔട്ട് ഗിയർ ഡൗൺ ചെയ്യും. രണ്ട് റോഡും കൂടെ ഇങ്ങനെ മെർജ് ചെയ്യണല്ലേ? ഇതൊക്കെ ഒരു ലെവലിൽ വെക്കേണ്ടതാണ്. ഇതൊക്കെ മനസ്സിലായോ? അതിങ്ങനെ അത് വേറെ ഇത് വേറെ ആയിട്ട്. പക്ഷേ വണ്ടികളൊന്നും ഒറ്റ ഇടിക്കുക ഇങ്ങനെ ഇടിച്ചിട്ട് അല്ലെ കയറുള്ളൂ. ഇങ്ങനെ ക്ലിയറൻസ് കുറവുള്ള വണ്ടിയാണെങ്കിൽ ഇടിച്ചോട്ട്. അല്ല ഏത് വണ്ടിയാണെങ്കിലും വന്ന് സ്പീഡിൽ
ഇതിലൊന്ന് പിടിച്ചാൽ പണി കിട്ടും. ഇറക്കുമ്പോഴും അതുപോലെ തന്നെ. താഴത്തേക്ക് ഇറക്കമാണത്. അത് അതൊക്കെ ഇറക്കാം. പോട്ടെ. വന്നിട്ടുണ്ടോ? ആ 11:30 ആവുന്നു. ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഇവിടെ നമ്മളെ കാണാൻ പോണ സ്ഥലമാണ് ഒരു അത്ഭുതം. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പാലം വേറെ എടുത്തു. ഇങ്ങനത്തെ ഒരു പാലം നടുക്കൊരു ഒടിവ്, ഒരു ചിമിട്ട പാലോ ബ്രേക്കൗട്ട് സ്ട്രൈക്കൂടെ തന്നെ വണ്ടി കാണാൻ പറ്റില്ല. ഡൗൺ ചെയ്ത് സെക്കൻഡ് ആക്ക്, ക്ലച്ച് ഓടി സെക്കൻഡ് ആക്ക് കിട്ടോ. അത് ആക്സിഡന്റ് തന്നെ കയറണം. അത് അറ്റന് പ്രത്യേകത. ആക്സിഡന്റ് കൊടുത്ത് കയറ് ഇതിലേക്ക് കയറുന്നില്ല. കാരണം അത്രയും വലിയ പൊക്കമാണ് പാലത്തിന്. വണ്ടി ഒന്നും കാണാൻ പറ്റില്ല. ഈ പാലത്തിലൊക്കെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, അപ്പുറത്തെത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോ എടുക്കണം. കാരണം അത്രക്കും ഭാഗ്യമുള്ളതായിരിക്കും അപ്പുറത്ത്. ആ സംഭവം പറയാം. ഇത് പണ്ട് കാലത്ത് ഇവിടെ നമ്മുടെ ഇതല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ, ഫിഷ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈ പുഴയിലേക്ക് വള്ളങ്ങള് വലിയ വള്ളങ്ങളൊക്കെ അല്ലേ കടത്തി വിടാൻ വേണ്ടിട്ട് ചെയ്ത പണിയാണത്. വലിയ പൊക്കത്തില്. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ അടുത്ത ഈ റോഡ് പണിയൊക്കെ വന്ന് പാലം പണിയുമ്പോ അത്ര പൊക്കം ഉണ്ടാവൂല. എല്ലാ പാലത്തിന്റെ വള്ളങ്ങൾ പോണാണ് നമ്മുടെ ഏരിയയില്. ഇവിടെ ഉണ്ടല്ലോ ചെറിയ കടവ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതൊരു മെയിൻ സ്ഥലമാണെന്നത് തന്നോടല്ലേ? തന്നോട്. കാരണം തൊട്ടടുത്ത് ബീച്ചാണ്. ഇപ്പോഴും നമ്മുടെ വള്ളങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടുവരുന്നത്. കണ്ടല്ലേ ഈ ചാലപ്പുറത്ത്. നേരത്തെ അവിടെ ചെയ്തോളാണ് ചവിട്ടി സ്ലോ ആക്കിട്ട് ചവിട്ടിക്കണം. അവിടെ ചെന്നിട്ട് ചവിട്ടാൻ നിൽക്കുന്നത് പോലെ സ്ലോ ആയിട്ട് മതി. റണ്ണിങ് അല്ലേ വണ്ടി പോട്ടെ. പെട്ടെന്നോട്ടായിരുന്നു ഓഫായി പോയി കേട്ടാ. സ്റ്റാർട്ട് നീ നല്ലോണം സ്ലോ ആക്കിയായിരുന്നേ ഫസ്റ്റ് കേട്. അപ്പൊ പെട്ടെന്നോട്ട് കളഞ്ഞില്ല ക്ലച്ച്. അതുകൊണ്ടാണ് വണ്ടി ചാടി ഓഫായി പോയത്. കണ്ടാ ക്ലാസ് പഠിക്കും. ക്ലച്ചോട് ഗിയർ സെക്കൻഡ് ആക്കിയില്ലേ, പതുക്കെ എടുത്തില്ലേ. നമ്മൾ ക്ലച്ച് പതുക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പതുക്കെ ക്ലച്ച് വിട്ട് വണ്ടി പോയിക്കോളും. പതുക്കെ വിടണം, പെട്ടെന്ന് ഇടിച്ചിടിച്ച് നിൽക്കും. നിന്റെ കൂട്ടാനെന്നല്ലേ അതുകൊണ്ട് ചിരിക്കണ്ട. അറിയാം അതെ മിസ്റ്ററിനാണല്ലേ ചിമ്മനാണല്ലേ. നിന്റെ പ്രായമാണോ? മിസ്റ്ററിനാണല്ലേ. ഇവിടെ വീട് ക്ലാസ് കഴിഞ്ഞിട്ടില്ല നിന്റെ ഇല്ല. പോട്ടെ. നിന്റെ വീട് അവിടെയല്ലേ പള്ളിയുടെ പടിഞ്ഞാറ് വശമല്ലേ? മൂർത്തി അമ്പലം അങ്ങനെ അമ്പലം ഇല്ലേ അവിടെ? മൂർത്തി അമ്പലം CMS അവിടെയല്ലേ? ശ്രീരാമദേവ ക്ഷേത്രം അവിടെയല്ലേ വീട്? ഇവിടെ ടീം ഉണ്ടായില്ല. ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ലേ? ഗ്രൗണ്ട് ടർഫല്ലേ? ടർഫല്ല, ടർഫ് അപ്പുറത്താ.
ഇവിടെ അപ്പൊ ആ ഒരു കടലിന്റെ സൈഡിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ടൂർണമെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അത് തന്നെ നിങ്ങളുടെ ടീമിനപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. വടക്കേ ചെല്ലാൻ അത് ഇതിലിനൊക്കെ അറിയാം. സെബാസ്റ്റ്യൻ ഷോൺ അല്ലേ ഇവിടെ അല്ലേ. നമുക്ക് തിരിച്ചു പോണേ. നമുക്ക് അവിടെ ആ വണ്ടി കണ്ട ഉന്ത് വണ്ടി കണ്ട ആ വണ്ടി കണ്ട വണ്ടിക്കല കണ്ട അവിടെ നിർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്ടേൺ തിരിച്ചാനുള്ള സ്ഥലമുണ്ടേ. അതെ യൂട്ടേൺ എന്ന് പറയാം. അതെ യൂട്ടേൺ എന്ന് പറയാന്നുള്ളല്ലേ അവിടെ നിർത്തണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇല്ല ആദ്യം എന്ത് ചെയ്യണം? ഇല്ല ഇൻഡിക്കേറ്റർ ഏത് ഗിയറിലാണ് നീ? അപ്പൊ ക്ലച്ച് ഓട്ടി ബ്രേക്ക് ഓട്ടി. സീബ്ര ക്രോസ് ലൈനിൽ നിർത്താൻ പാടില്ല. ഇവിടെ പിന്നെ ആരും ക്രോസ് ചെയ്യാൻ നില്ലാത്തൊരു കുഴപ്പമില്ല. ഫുള്ള് തരി സീബ്ര ലൈനില്ലേ വണ്ടി നിർത്താൻ പാടില്ല. അത് പഠിച്ചിട്ടില്ല. ഗണേശ് പഠിച്ചിട്ടുണ്ടോ? ഗണേശ് അതൊന്നും ഇല്ലല്ലേ? ഉണ്ടാ ഗണേശിന് സീബ്ര ലൈൻ എന്തിനാന്നുള്ളതല്ലേ ഉള്ളൂ. മുൻഗണന നടക്കാതെ പെഡസ്ട്രിയൻ കാൽനടക്കാർക്ക് അവരെ കൂടി വേണ്ടാണ് ഈ വണ്ടി. വണ്ടികൾ ഡിസൈൻ ചെയ്ത പോലും കാൽനടക്കാർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ്. എന്തുകൊണ്ടാ വണ്ടി ഓഫ് ആയി പോയെന്ന് അറിയാമോ? എന്തുകൊണ്ടായിരിക്കും? അല്ല എന്തുകൊണ്ടായിക്കോട്ടെ വണ്ടി ഓഫ് ആയി പോയത്? ക്ലച്ച് പെട്ടെന്ന് കാലെടുത്തുണ്ട്. അല്ല അതുമല്ല ഗിയർ തേർഡിലാണ്. ഗിയർ ഫസ്റ്റ് ആയത് കേട്ടാ. ബാക്ക് നോക്കണോട് ക്ലച്ച് ഫുള്ള് കിട്ടോ. അപ്പൊ അത് ആക്സിഡന്റ് കൊടുക്കാം. നല്ല കാര്യമുള്ളൂ. അത് ആക്സിഡന്റ് കൊടുക്കും. അത് കയറ്റമല്ലേ ഇവിടെ എന്നിട്ട് നേരെ വരുമ്പോ ശരി നേരെ വേണം. ആക്സിഡന്റ് കൊടുക്കരുത്. നേരെ ബാക്ക് നോക്കണേ. ഫോർത്തായി എടുക്കണം. നമ്മുടെ വാഹനമാക്കി നമ്മുടെ അടുത്തേക്ക് ആദ്യം വന്നത്. അപ്പൊ നമ്മളൊരു തിരക്കുള്ള ജംഗ്ഷൻ തിരക്കുള്ള സ്ഥലത്ത് ക്രോസ് ചെയ്യാൻ എറണാകുളത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ വണ്ടിയും പോയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രാത്രി 12 മണിക്ക് ശേഷം അവിടെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും പറ്റണമെന്നില്ല. അതെ എന്നാലും പറ്റില്ല. അതെ അപ്പൊ അതുകൊണ്ട് എന്താ നമ്മൾ റൈറ്റ് സൈഡിലെ വണ്ടി നോക്കുക. അതുപോലെ പതുക്കെ ക്ലച്ച് കൺട്രോൾ കയറ്റി എടുത്ത് നോക്കി നടക്കുള്ളൂ. അല്ലാണ്ട് നടക്കില്ല. ഇവിടെ എന്താ ചെയ്യാ നീ പറ? വേണ്ട നീ ഇവിടെ ഇറങ്ങണ്ട. നീ കണ്ടക്കള ഇറങ്ങിയത് ഇവിടെ. നിന്നെ അവിടെ നിന്ന് ബസ്സിന് പോയിക്കാണ്. അല്ലെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം ഇങ്ങനെ നിൽക്കുമെന്ന് ഓവർടേക്ക് വണ്ടികൾക്കും പ്രത്യേകത സ്പേസ് ഉണ്ടായിട്ടായിരിക്കും ഓവർടേക്ക് വരുന്നത്. അങ്ങനെ ഓവർടേക്കാൻ പാടുള്ളു. മനസ്സിലായോ? ചില ആൾക്കാർ വണ്ടി കുത്തിക്കയറ്റും. സ്പേസിലേക്ക് കുത്തിക്കയറ്റി നമ്മുടെ മുന്നിലേക്ക് വന്ന് ചാടും. അവിടുത്തെ ഒരു സ്പേസ് കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് ചാടും. അപ്പൊ ഏതെങ്കിലും വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ വരികയാണെന്നുണ്ടെങ്കിൽ സംഭവമാണ് നമ്മൾ ബസ് പിടിക്കരുത്. കുത്തിക്കളഞ്ഞ അത് കേൾക്കട്ടെ. കൊള്ളാം. നല്ല ഇൻസൈഡൊക്കെ ഉണ്ട്. കണ്ടാൽ മാന്യനല്ലേ അല്ലേ? കണ്ടാൽ മാന്യന. പക്ഷെ വണ്ടിക്കോട്ടെ ഞാൻ പോട്ടെ. വണ്ടിക്കപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വാശി പിടിക്കരുത്. കയറി പോകണോട്ട് വിടാൻ അനുവദിക്കുക. നമ്മുടെ കാല് ബ്രേക്കിലാണ്. കാരണം മുമ്പിലേക്കായിരിക്കും വേണ്ടത്. നമ്മുടെ മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മളറിയാതെ ചവിട്ടി പോകും. നമ്മൾ കാല് ആക്സിലേറ്ററിലാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി പോകണേ അറിയാതെ. നമ്മുടെ കാല് ബ്രേക്കിലേക്ക് വെക്കണം. വണ്ടി ഓവർടേക്ക് പോകുമ്പോഴേ വലിയ വണ്ടികളൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ മുന്നിലേക്ക് വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്ക് വരും. മനസ്സിലായോ? വലിയ വണ്ടികൾ ഫ്രണ്ട് കടന്നുകൊണ്ടാവും. പക്ഷെ ബാക്ക് ഇങ്ങനെ ചരിഞ്ഞ് വന്നോണ്ടിരിക്കും. വരും. ബസ്സുകാരൊക്കെ അതിന്റെ മെയിൻ ആൾക്കാരാണ്.
വളരെ ഫ്രണ്ട് തകർത്ത് വെച്ചേക്കണേ. ഇതാണ് നമ്മുടെ മരം ഇപ്രാവശ്യം പൂത്തില്ല അല്ലേ? വാഗയല്ല, വാഗ ഫുള്ള് റെഡ് ആകണാണ്. പകുതി പച്ച പകുതി റെഡ്. മോഡിഫൈ ചെയ്തപ്പോഴല്ലേ ഒരു ഭംഗി വന്നത് അല്ലേ? പിടിക്കും. എടാ ഈ വണ്ടിയൊക്കെ ഡിസൈൻ ചെയ്യണത് ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. ആൾക്കാരുടെ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വണ്ടി ഫ്രണ്ട് വശമൊക്കെ ഈ ബമ്പറൊക്കെ കമ്പാളെന്ന് പറയണല്ലേ, അതിപ്പോ ഈ കാറ് പോയി ഒരാളെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ത് സംഭവിക്കും? ഇത്ര കിലോമീറ്റർ, ഇപ്പൊ 20 കിലോമീറ്റർ സ്പീഡിൽ എന്ത് സംഭവിക്കും? 30 കിലോമീറ്റർ സ്പീഡിൽ സംഭവിക്കും, 60 കിലോമീറ്റർ സ്പീഡിൽ സംഭവിക്കും. അങ്ങനത്തെ ആ രീതിയിലൊക്കെ കാൽക്കുലേഷൻ ചെയ്തിങ്ങനെ ഷേപ്പ് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ബമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റടിയാതെ തെറിച്ചു. അവിടെ ബമ്പറൊക്കെ വെക്കുന്നുണ്ടോ? അവിടെ ടയറ് പുറത്തേക്ക് ചാടിക്കരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അറിയാമോ? ഈ ടയറ് തെറിക്കുന്ന വെള്ളമില്ലേ, ടയർ നമ്മുടെ വണ്ടിയുടെ ഫ്ലാപ്പിന്റെ ഉള്ളിലാണെങ്കിലാണ് വെള്ളം പുറത്തേക്ക് ഇറക്കാതിക്കുള്ളൂ. ഇല്ലെങ്കിൽ ടയർ എന്നുള്ളത് തെറിക്കുന്ന വെള്ളം മറ്റുള്ള ആൾക്കാരുടെ മേത്തേക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കും ഇങ്ങനെ, മനസ്സിലായോ? അപ്പൊ അത് നിന്റെ വണ്ടിയിൽ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ ബുദ്ധിമുട്ടത്തിനാണ് നീ സഹിക്കണത്. കാല് ബ്രേക്ക് വെച്ചാൽ മതി വെക്കണം. അപ്പൊ അതുകൊണ്ടിട്ടാണ് അങ്ങനത്തെ നിയമങ്ങളൊക്കെ വന്നത്. ലൈറ്റ് ഇപ്പൊ അനുവദിച്ചേക്കുന്ന ലൈറ്റ് തന്നെ കൂടുതലാണ് ചില വണ്ടിക്ക് കണ്ടിട്ടില്ല. ഈ ചില വണ്ടിയൊക്കെ ഫ്ലാഷ് അടിച്ചിട്ട് കണ്ണ് മിന്നി പോകും, മനസ്സിലായോ? കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. ബ്രേക്ക് സ്ലോ ആക്കിട്ട് ഇത്ര സ്ലോ ആക്കി മതി. സെക്കൻഡ് ആക്കുന്നത് പച്ചോട് സെക്കൻഡ് ആക്കി ആ വണ്ടികൾ പോട്ടെട്ടാ. പോട്ടെ, അത് പൊട്ടിച്ചല്ലേ പോട്ടെ. ആക്സിഡന്റ് പോട്ടെ. മുകളിൽ ചെല്ലുമ്പോ കാല് ബ്രേക്ക് നോക്കട്ടെ. വണ്ടി കയറി വന്നട്ടാ. അതാ കുഴിയോട് ഇങ്ങോട്ട് മാറ്റിയെടുക്കാൻ നോക്കണേ. പരിചയത്തൊക്കെ വേണേ. KL 66 വണ്ടി അല്ലേ? കുഴിയായതുകൊണ്ട് മാറ്റിയെടുക്കാൻ നോക്കിയാ പരിചയത്തെ ആൾക്കാര് നേരെ വന്നിരിക്കേ. വലിയ വണ്ടിയിലാണെങ്കിൽ ഉറപ്പായിട്ടും വലിയില്ലാതെ ലൈറ്റ് പോലെ അനുവദിച്ചൊക്കെ ലൈറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഭംഗിക്ക് വേണ്ടിട്ട് ഈ സംഗതികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, മനസ്സിലാ? കണ്ണടിച്ചു പോകും. അതുപോലെ ഫോണ് സൗണ്ട് പൊല്യൂഷൻ ഭയങ്കര സംഭവം. ഫോൺ അടിക്കുന്നവനും കേൾക്കുന്നവനും പ്രശ്നമാണ്, മനസ്സിലാ? ശരി, രാത്രി ഫോൺ അടിക്കാൻ പാടില്ല. ശരിക്കും ഫോൺ അടിക്കാൻ പാടില്ല. ഇതിനെ ഫോണേ അടിക്കാൻ പാടില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്ലോ ആക്കുമ്പോൾ കേൾക്കാം അവിടെ നിന്ന് ഫോൺ ആരും അടിക്കാറുണ്ടെന്ന്. പക്ഷെ നമ്മളോട് ഫോൺ അടിക്കാതെ പോകാൻ പറ്റില്ല, രക്ഷയില്ല. കാരണം കാൽ നടക്കാൻ അവിടേക്ക് വേറെ ആൾക്കാർക്ക് നടക്കാനായിട്ട് വേറെ റോഡൊക്കെ ഉണ്ടാവും. സൈക്കിളിലൊക്കെ വേറെ റോഡ് ഉണ്ടാവും. നമുക്കതില്ല. എല്ലായിടത്തും ഓരോ ആൾക്കാർ പാലിക്കുകയില്ല. അത് മറ്റൊരു കാര്യം. പിന്നെ ഈ രാത്രി ലൈറ്റിന്റെ വഴി ലൈറ്റിന്റെ അവിടെ എത്തുമ്പോഴത്തേനും ലൈറ്റ് നമ്മൾ ഇടാൻ പാടില്ലെന്നുണ്ടാവും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോഴും രാത്രി വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഡിം ലൈറ്റിൽ വണ്ടി ഓടിക്കുക, അതാണ് ചെയ്യേണ്ടത്. കോള് വന്നിരുന്നു, തിരിച്ചു പിടിക്കല്ലോ. നമ്മളുടെ ആൾക്കാർക്ക് ക്ഷമയില്ല വണ്ടി ഓടിക്കാൻ. അതറിയണമെങ്കിൽ റെയിൽവേ ക്രോസിന്റെ അവിടെ ചെന്നാൽ മതി. റെയിൽവേ ക്രോസ് എല്ലാരും കട്ട പിടിക്കല്ലോ ഇത്. കട്ട കൃത്യമായിട്ട് പോകട്ടോ, സോൾവ് ആയി പോയിക്കോളും. പക്ഷെ എമർജൻസി സിറ്റുവേഷനിൽ ആംബുലൻസ് ഇതൊക്കെ വരുമ്പോഴത്തേക്കായിരിക്കും വിഷയം വരാം. ലൈൻ ട്രാഫിക് എന്ന സംഭവം ഉണ്ടല്ലോ, പുതിയ NH66 അതുണ്ടെന്നാ പറയണം. എന്ത് ലൈൻ ട്രാഫിക് ഇല്ലാതെ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലാ, നമ്മളെ പാലിക്കേണ്ട ഒരു നിയമം. നമ്മൾ ട്രാക്കിൽ പോയിക്കണ്ടെങ്കിൽ ആ ട്രാക്കിൽ തന്നെ പോവാ. മാറ്റിലാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് പോകാം. ഓരോ ട്രാക്കിലും സ്പീഡ് ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് പോകാന്നുള്ളതാണ്. പക്ഷെ അത് പാലിക്കില്ല. ഇപ്പൊ ഈ വിദേശത്ത് ലൈൻ ട്രാഫിക് നോക്കി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ വന്നപോലെ തന്നെ മലയാളിയോ അല്ലെ ലോറിക്കാരാണ് രാവിലെ പാടെ അവര്
ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകാനാണ് പറയണത്, പക്ഷെ റൈറ്റ് സൈഡേ പോകുള്ളൂ. ലോഡ് ഉള്ളതുകൊണ്ട് പതുക്കെ പോകാൻ പറ്റും. പതുക്കെ പോണ ട്രാക്ക് ലെഫ്റ്റ് ട്രാക്കാണ്, പക്ഷെ എന്നാലും അവര് റൈറ്റ് സൈഡിൽ നിന്ന് പോകുള്ളൂ. റൈറ്റ് സൈഡിൽ നിന്ന് പോകുള്ളൂ. കാരണം ഇതിലിപ്പോ ലെഫ്റ്റിലേക്ക് തിരികുന്ന വണ്ടികൾ കൂടുതലായിക്കോല, മനസ്സിലായോ? വണ്ടി തിരിയാനും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകണം, ജംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അത് തിരികെ നടക്കണം. അതുകൊണ്ടാണ് അവര് റൈറ്റ് ഓടിക്കുന്നത്. കാരണം ഈ വണ്ടി ലോഡ് വണ്ടി സ്ലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ കയറി കിട്ടാൻ ഒരു താമസം വരും. അതുകൊണ്ടാണ് അവര് റൈറ്റ് ഓടിക്കുന്നത്. അവര് ഇതൊക്കെ ട്രക്ക് ഓടിക്കാൻ പറയുന്നു, ചുമ്മാ ആക്സിഡന്റ് എടുത്തിട്ട് വണ്ടിയുടെ പവർ നോക്കണ്ട. ട്രാക്ക് ഒരു വണ്ടി മുന്നെപ്പോഴും വണ്ടി അങ്ങനെ മക്കളും അങ്ങോട്ടും ഇങ്ങോട്ട് ചലിക്കല, ക്രൂസ് കൺട്രോളിൽ കാലും മടക്കിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ ഇരുന്നാ എന്താലേ. എടാ നമുക്ക് റൈറ്റിലേക്കാ പോണത്. എത്ര മീറ്റർ പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഉണ്ട്? സെക്കൻഡ് ഉണ്ടല്ലേ വണ്ടി ഓഫ് ആയപ്പോ നിന്ന പോലെ ഇല്ലേ അത് ഫസ്റ്റ് ഗിയർ അത്ര വണ്ടി നിന്നതായിരുന്നു. അത് സെക്കൻഡ് കാര്യമില്ല. ബ്രേക്കിംഗ് കുറച്ചും കൂടി ആകാനുണ്ട് കേട്ടോ, കാരണം കുറച്ച് അവിടെ വണ്ടി നിന്ന് പോകുന്നുണ്ട്. ആ 6ാമത്തെ ക്ലാസ്സിലുള്ളത് സമയമുണ്ട്, സമയം തന്നെ ചെല്ലല്ലേ കയറി ചെല്ലല്ലേ നിർത്തി കൊടുക്കും. അയാൾ കൺഫ്യൂഷനാണ്, നിർത്തി കൊടുക്കും. വഴി അറിയില്ല, വഴി അന്വേഷിക്കണേ അല്ല, അതുമല്ല വഴി അന്വേഷിക്കല്ല, ബാക്കിലെന്തോ അല്ലേ തട്ടാതിരിക്കാൻ വേണ്ടി അതൊക്കെ എടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ നിർത്തി കൊടുത്താൽ എല്ലാവർക്കും പോവാം. നമ്മളിപ്പോ നേരെ ഇവിടെ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ അയാളും പോകില്ല, നമ്മളും പോകില്ല, ആരും പോകില്ല, വഴി മൊത്തം ബ്ലോക്കാവും. പിന്നെ ഈ വളവ് നമുക്ക് ഇപ്പം ഇപ്പോഴും തിരിക്കരുത്, തിരിച്ച് നമ്മൾ റോങ് സൈഡായി പോകണം. ആ ബസ് തിരിക്കണം. അപ്പൊ നേരെ തന്നെ പോവാം, നേരെ പോവാം, അക്ഷരം കൊടുക്കല്ലേ, നേരെ പോവാം, നേരെ പോവാം, നേരെ പോവാം, നേരെ വന്നിട്ട് തിരിക്കും, എന്നിട്ട് തിരിക്കും, നേരെ. ഇപ്പൊ ബസ്സും പോയി നിനക്ക് പോകണം. ഞങ്ങളൊക്കെ ചലഞ്ച് ചെയ്യാനുണ്ടല്ലോ തുടങ്ങിയത്, അങ്ങനെ വരാൻ പാടില്ല. അതിപ്പോ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മള് നമ്മുടെ ട്രാക്കിൽ വരാൻ പാടാ. നീ ഇവിടെ നിർത്തി ഇറങ്ങിക്കോ, നിന്റെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇൻഡിക്കേറ്റർ ഇട്, നേരെ കയറുക, നേരെ നിർത്ത്. എന്തൊക്കെ ചെയ്യണം പറ, ആദ്യം പറ. ന്യൂട്രലാക്കണം. ഇല്ല അടുത്ത എന്താ? ഹാൻഡ് ബ്രേക്ക് ഇടണം. ആ പിന്നെന്താ? ഇൻഡിക്കേറ്റർ ഓഫ് ആണോ? എന്നാ ഹസാർഡ് ലൈറ്റ് ഓണാക്കി കാർഡ് തന്നിട്ട് അല്ലേ? ശരി, ഇറങ്ങിക്കോ. സീറ്റ് മാറ്റണം കേട്ടാ, കാല് നോക്കണേ, ബാക്ക് സീറ്റ് മാറ്റിയാ, സീറ്റ് പുറോട്ട് മാറ്റിയാ. എന്നിട്ട് എങ്ങനെ ഡോർ തുറക്കണ്ടത്? ആ ഇടത്തേക്ക് കൊണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ തല തിരിയുമ്പോ തല തിരിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും നമ്മൾ ഗ്ലാസ്സിൽ നോക്കും, ഗ്ലാസ്സിൽ നമുക്ക് നോട്ടം കിട്ടും. പറയാ നമ്മളിപ്പോ വർത്താനം പറഞ്ഞിട്ടൊക്കെ തുറന്നു പോയാലും ഇടത്തെ കൈ ഉപയോഗിക്കണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ തല എന്തായാലും തിരിയപ്പോ ഗ്ലാസ്സിൽ ബാക്കിൽ വണ്ടി ഉണ്ട ആളുടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇടത്തെ കൈ ഉപയോഗിക്കണമെന്ന് പറയണം കേട്ടോ. ഓക്കെ, അടുത്തതും മിഥുൻ്റെ ഓടിക്കലാണ്. അപ്പോൾ നമ്മുടെ റിയാഷിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഇതിലുള്ള ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഓടിച്ച് കാണിക്കുന്നതല്ല, എൻ്റെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് പഠിപ്പിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനൊരു ഊർജ്ജം തന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ.
ഓക്കെ ബൈ.